ഇടതുപക്ഷ സ്വാധീനമുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ബുദ്ധിജീവികളുടെ കൂട്ടായ്മകൾ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പണ്ടുകാലത്ത് സംസാരിച്ചിരുന്നത് ശ്രദ്ധിക്കുവാൻ ആളുകളെ കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് കേൾവിക്കാരില്ല. അതിന് കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഫാസ്റ്റ് ഫുഡ് കൾച്ചറാണ്. കൊക്കക്കോള കൾച്ചർ അപകടകരമാണെന്ന് പണ്ടുകാലത്ത് സ്കൂളുകളിലെ സയൻസ് അധ്യാപകർ പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ സയൻസ് അധ്യാപകരും കൊക്കക്കോള കുടിക്കുന്നുണ്ട്. പൊറോട്ടയും ചിക്കൻ കറിയും ഇഷ്ടമില്ല എന്ന് തുറന്നു പറയുവാൻ ഏതെങ്കിലും ഒരു സയൻസ് അധ്യാപകന് ധൈര്യമുണ്ടാകില്ല. കാരണം സ്കൂൾ മാനേജർ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുവാൻ ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങൾ കാരണമാക്കിയേക്കും എന്ന് എല്ലാ സയൻസ് അധ്യാപകർക്കും അറിയാം. അതുകൊണ്ട് നെയ്ച്ചോറും ബിരിയാണിയും കോഴി പൊരിച്ചതും കേരളത്തെ കീഴടക്കുമ്പോൾ സയൻസ് അധ്യാപകർ അതാണ് അതിൻ്റെ ശരി എന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സ്വതവേയുള്ള സംസ്കാരവും അനേകം പച്ചക്കറി വിഭവങ്ങൾ നിറഞ്ഞ ഓണസദ്യയും ഒരു സാംസ്കാരിക ചിഹ്നം മാത്രമായി മാറിയിരിക്കുന്നു. വർഷത്തിൽ 1-2 തവണ മാത്രം ഓണസദ്യ ഉണ്ടാക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടമാണ് എന്ന് ഇപ്പോഴും പറയാൻ പറ്റും. എന്നാൽ അവരുടെ ദൈനംദിന ഭക്ഷണം സൗദി അറേബ്യൻ ഭക്ഷണം തന്നെയാണ്. മലപ്പുറത്തെ കോളേജുകളിലും സ്കൂളുകളിലും ഓണാഘോഷത്തിന് വലിയ താല്പര്യം കാണിക്കുന്നതും പച്ചക്കറി സദ്യ കൊല്ലത്തിൽ ഒരു ദിവസം വിളമ്പുകയും ബാക്കി 364 ദിവസം നോൺ വെജ് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നത് ഓണാഘോഷം ഒരു സാംസ്കാരിക പ്രതീകം മാത്രമായി മാറ്റി നിർത്തുവാനുള്ള ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായതുകൊണ്ടാണ്. ഒരു മലയാളിയോട് നിങ്ങൾ പച്ചക്കറി ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അയാൾ മറുപടി പറയും, ഓണത്തിനും സംക്രാന്തിക്കും മാത്രമേ കഴിക്കാറുള്ളൂ എന്ന്. ഒരാഴ്ചയിൽ 21 തവണ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പ്രാവശ്യം നോൺ വെജിറ്റേറിയൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ മലയാളികൾ പലരും പറയുന്നത് 21 പ്രാവശ്യവും എനിക്ക് ഇറച്ചി അല്ലെങ്കിൽ മീൻ നിർബന്ധമാണ് എന്നാണ്. എങ്കിലും കുറച്ചു പേർ ഇപ്പോഴും രാവിലെ ഇറച്ചിയോ മീനോ ഇല്ലാതെ ദോശയും ചട്നിയും കഴിക്കുവാൻ സാധിക്കുന്നവരാണ്. എങ്കിലും ഉച്ചയ്ക്ക് മീനില്ലാതെയും രാത്രി കോഴിക്കറിയില്ലാതെയും ഭക്ഷണം കഴിക്കുവാൻ പല മലയാളികൾക്കും സാധിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ കോളേജുകളിലും സ്കൂളുകളിലും അറേബ്യൻ സംസ്കാരം പടർന്നു പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ എല്ലാ ആഘോഷങ്ങളിലും കോഴി പൊരിച്ചതും മീൻകറിയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലളിതമായ പച്ചക്കറി ഭക്ഷണവും ഗ്രാമീണ രീതിയിലുള്ള ജീവിതശൈലിയും മലപ്പുറക്കാർക്ക് അന്യമായി കഴിഞ്ഞു. പുതിയ തലമുറക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലിയോട് ഒരുതരം അലർജിയും ശത്രുതയുമുണ്ട്. പാവപ്പെട്ടവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും കയ്യിൽ കാശുള്ളവൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതാണ് സ്വാഭാവികമായ രീതിയെന്ന് മലപ്പുറക്കാർ ധരിച്ചു വച്ചിരിക്കുകയാണ്. കേരളത്തിലെ ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റുകളിൽ പലതും വെജിറ്റേറിയൻ ആണ് എന്നുള്ളതും ചെലവ് കൂടിയ എല്ലാ റെസ്റ്റോറൻറ്റുകളും നോൺ വെജിറ്റേറിയൻ ആണ് എന്നുള്ളതും ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്നു. എന്നാൽ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ ലോ ക്ലാസ് റെസ്റ്റോറൻറ്റുകളിലാണ് ഇറച്ചിയും മീനും വിളമ്പുക. മുന്തിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പച്ചക്കറി മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ മലപ്പുറക്കാർക്ക് ബാംഗ്ലൂർ സംസ്കാരത്തോട് യാതൊരു തരത്തിലുള്ള ബഹുമാനമോ അംഗീകാരമോ ഇല്ല. മലപ്പുറത്ത് ബാംഗ്ലൂരിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്.